മനുഷ്യനായി പിറന്നതേ പുണ്യം, വരദാനമായി ലഭിച്ച മനുഷ്യ ജന്മം. പിറന്നു വനാന്തരെ അറിയാത്ത ജീവിതം തുടങ്ങി വച്ചു. കായ്കനികൾ കഴിച്ചും കാത്തുനീർ കുടിച്ചും ഒരു പുത്തൻ ജീവിത രീതി തുടങ്ങി. കാട്ടിനുള്ളിലെ രീതികൾ ഒരു കണ്ടുമൃഗം തട്ടി കിട്ടിയാഘോഷമാ. മാറ്റങ്ങൾ തൻ വ്യക്തം പരത്തി. ഓരോ തടാക തീരത്ത് അവർ ഒരു കൂട്ടമായി പാക്കാൻ തുടങ്ങി. ഗുഹകളിൽ നിന്നും പുറത്തിറങ്ങി അവർ പാടങ്ങൾ കെട്ടി കാടു തെളിച്ചവർ കൃഷിയും തുടങ്ങി. പണം കെട്ടിയിട്ട് ജീവിത ശൈലികൾ ഇത് വൈവിധ്യമാർന്ന രീതികൾ അവർ വിളവെടുക്കും ഒരു ജീവിത ഉത്സവമായി മാറ്റി. കാലത്തിൻ മുന്നോക്ക പാച്ചലിൽ ഓരോരോ മാറ്റങ്ങളുണ്ടായി. നേതൃത്വം നൽകാൻ നായകന്മാരവർ വന്നെത്തി. ഓരോരോ കൂട്ടങ്ങളും പലവിധ സമുദായങ്ങളായി. ഒരു കൂട്ടുകുടുംബത്തിൻ ജീവിത രീതിക്കു തുടക്കമായി. കൊലത്ത് പിറന്നൊരു നാരായണി അതിസുന്ദരി കീഴാളപ്പയ്യൻ കാക്കക്കറുമ്പനാം കുഞ്ചിക്കോരൻ. പാടത്തിനുള്ളിൽ പിറന്നവനെങ്കിലും അതിസുന്ദരൻ. പെണ്ണിന്റെ ഉള്ളിൽ മോഹമുണർത്തി ആധ്യാനുരാഗം കൈമാറി. പല പല കാതുകൾ കേട്ടറിഞ്ഞു, പല പല കണ്ണുകൾ കണ്ടറിഞ്ഞു. കീഴാളപ്പയ്യനും മേലാളപ്പെണ്ണും ഇന്നലെ പറയും കഥകൾ. കോലത്ത് തമ്പ്രാന്റെ കാതിലെത്തി കോരനിൽ കുറ്റം ചുമത്തി. ചൊടിച്ചു അണിയാള വർഗം ഇളച്ചു അവരുടെ ഒറ്റക്കെട്ടായി ഒത്തുചേർന്നവർ ഓരോന്റെ മുറ്റത്തെത്തി. ഓരോ കണ്ണിനും ജീവിതം അല്ലെ ആശ്ചര്യങ്ങളൊന്നുമില്ല. നിലനങ്ങാതെ വയറു നിറയ്ക്കുന്ന തമ്പ്രാനും കൂട്ടരും അടുങ്ങി. മറ്റൊരു ഭാഗവും ഇല്ലാതെ അവർ കല്യാണം നടത്തി. സ്വന്തവും ബന്ധവും സ്വത്തുക്കളും എന്നൊരു ശൈലിയായി. ഇടിനദിവൻ അമ്മാവൻ വാഴും മരുമക്കത്തായം. മാറുന്ന കാലഘട്ടങ്ങളിൽ പല ജീവിത ശൈലികളുണ്ടായി. സ്വന്തം മക്കൾക്കു സ്വത്തുക്കൾ നൽകുന്നു ആചാരം മക്കൾ തായം.
കൂടുതൽ അകലുന്നു കുടുംബം പണത്തിനു മുകളിൽ പരുന്തും പറക്കുന്ന കാലം പണത്തിനു വേണ്ടി പലതും മറയ്ക്കുന്ന ലോകം ഒരു പിഞ്ചു കുഞ്ഞിൻ വളർത്താനേൽപ്പിച്ച് പോകും മാതാപിതാക്കൾ സ്നേഹത്തിനായി പല വഴി സഞ്ചരിച്ച് പെരുവഴിയാകുന്നു മക്കൾ ലഹരിയുടെയും ചതിയുടെയും പെരിയാറായി മാറുന്നീ മക്കൾ മതിയാവോളം സമ്പാദിച്ച് കുടുംബത്തിലേക്ക് മടങ്ങുമ്പോൾ പണം കൊടുത്താലും കിട്ടാത്ത സ്നേഹത്തിനായി അലയുന്നു മനുഷ്യൻ മുറിച്ചു വച്ച് തുമ്പപ്പൂ ചോറു വിളമ്പി കുടുംബം ഒരുമയോടെ ഉണ്ണുന്ന കാലം മാറി ഹോട്ടൽ ഭക്ഷണ പ്രിയമേറി അടുക്കള പുകയില്ലാതായി ഭക്ഷ്യവിഷബാധയേറ്റ് മരിക്കുമോ കുടുംബത്തിൽ തലതല്ലി കരയാനും ഇന്നാളില്ല രാത്രിയും പകലും മാറി മാറി വന്നു കാലവും കാലവേദങ്ങളും ഇന്നും കുടുംബത്തിൽ വലുപ്പം തുടർന്നു ജീവിത രീതികളോ താളമറിഞ്ഞു നാമൊന്ന് നമുക്ക് രണ്ട് പിന്നെ നാമൊന്ന് നമുക്ക് ഒന്നായി വെറും 4 തൂണുകളിൽ ഒതുങ്ങി സ്വാർത്ഥത ജീവിക്കുന്നോ നമ്മൾ ഇന്ന് അമ്മൂമ്മയുണ്ടോ മുത്തശ്ശി കഥകളിന്റെ വീട് നമ്മുടെ സംസ്കാരം അതിനടിത്തറ കുടുംബങ്ങളല്ലേ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കിയിടാം വേണ്ട നമുക്ക് പാശ്ചാത്യ സംസ്കാര അനുകരണം മാതാപിതാക്കളെയും മുത്തശ്ശിമാരെയും നമുക്ക് സ്വന്തമാക്കാം സ്നേഹബന്ധങ്ങളിലൂടെ